ഹലോ ഗൈസ്, മീനാക്ഷി അനൂപും ശരണ്യമോൾ കെ എസും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഗൈസ്. അപ്പോൾ അധികം സമയമായിട്ടില്ല കേട്ടോ, അവരത് ഇട്ടിട്ടു. ശരണ്യമോളിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, മീനാക്ഷി അനൂപ് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, ഫാൻസിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുത്തിയാണ്. അവരൊരു ആക്ട്രസ്സാണ്, അടിപൊളിയാണ്, ഉഷാറാണ്. അവരുടെ ആശയങ്ങൾ, അവർ പ്രതികരിക്കാൻ വേണ്ടി എടുക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ ബോൾഡായ രീതിയിൽ, വളരെ ഓപ്പൺ മൈൻഡായ രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ അവർ നിലപാടുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഏതൊരു വ്യക്തിയും നിലപാടുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുകളും ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ആണുങ്ങളെ, ഇപ്പോൾ എന്താ പറയുക, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകളോട് വിരോധമുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതേപോലെ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടീനെ എതിർത്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പാർട്ടീനെ എതിർത്തുകൊണ്ടായിരിക്കില്ല, അവരുടെ പ്രവൃത്തികളെ എതിർത്തുകൊണ്ടായിരിക്കും നമ്മളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലപാട്, നമ്മളൊരു അഭിപ്രായം പറയുന്ന സമയത്ത് ആ പാർട്ടിയുടെ അന്ധമായിട്ട് പാർട്ടിയുടെ അടിമകളായിട്ടിരിക്കുന്ന ആളുകളിൽ അവർ അതിനെ എതിർക്കുന്നുണ്ടായിരിക്കും, അവർ വേറെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പൊതുവേ ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, നന്മമരം കളിക്കാനുള്ള പരിപാടിയാണോ മീനാക്ഷി അനൂപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ആര് അവരുടെ നിലപാടുകൾ പറയുകയാണെങ്കിലും, പുരോഗമനപരമായ സംഗതിയാണെങ്കിലും മലയാളികൾക്ക് അതൊരു അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മളിവിടെ 100% സാക്ഷരത, സാക്ഷര കേരളം, സാക്ഷര മലയാളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും വേറെ എന്തൊക്കെയോ രീതിയിലാണ്, ഇപ്പോഴും 80കളിൽ നിന്ന് പുറത്തു വരാത്തൊരവസ്ഥയിലാണ്. ഈ 80കളൊക്കെ മോശമാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർ വേറെ ഏതോ നൂറ്റാണ്ട്, 80കൾ വിടും കേട്ടോ, സോറി, വേറെ ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പോലെയാണ്. അടിമത്തത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ ഉള്ളിൽ, പാഴ്വസ്തുക്കൾ ഉള്ളിൽ ഏറ്റിപ്പിടിച്ച് വരുന്ന ആ ഭാരത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ സമൂഹത്തെ നന്നാവാനും സമ്മതിക്കില്ല, സ്വയം നന്നാവില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ദളിതരെ കുറിച്ച്, അതേപോലെ പ്രത്യേകിച്ച് ദളിതരെ കുറിച്ചിട്ട് മീനാക്ഷി അനൂപ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദളിതർ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. ദളിതർ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ആളുകൾക്കില്ല, അവരെ ചേർത്ത് പിടിക്കേണ്ടത് അങ്ങനെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, ഇവർ പറയുമ്പോൾ പലപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ, നമ്മൾ, ഞങ്ങൾ, ഈ ഒരു സാധനം ഇത് തന്നെ ഒരു അദറിങ് ആണ് ഗൈസ്. അദറിങ് എന്നുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും, ഇതൊരു അദറിങ്ങാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, നിങ്ങൾ എന്ന് പറയുന്ന വേറൊരു എൻറ്റിറ്റി, ഇതൊരു അദറിങ്ങാണ്. അതിന് ഇപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് മൊത്തം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട്, നമ്മളൊരു ടീമാണ്, ഈ ഒരു സാധനം വരും, ഈ ഒരു വൈബ് വരും. അല്ലാത്തടത്തോളം കാലം എന്താ വെച്ചാൽ, ഇപ്പോൾ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ ദളിതരങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ഈ ഒരു ഫാമിലിയിൽ ഇല്ലാത്ത ആളുകളാണോ എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇതിനെയും രണ്ട് രീതിയിൽ സമീപിക്കുന്ന ആളുകളുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ചില ആളുകൾ, സണ്ണി എം കബിക്കാടിൻ്റെ ഒക്കെ ഇതിൽ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്ന സമയത്ത്, മറ്റേ മൂപ്പര വേറെന്താണ്, ഒരു പ്രൊഫസറില്ലേ കന്നഡക്കാരൻ, ഞങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾ സവർണർ വരണ്ട എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമൊക്കെ സണ്ണി എം കബിക്കാട് മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ട് വേറെ എവിടെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു ഗൈസ്. അതുപോലെ പല ആളുകളും അതെ, ഇപ്പോൾ നമ്മൾ ചില ആളുകളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, അങ്ങനെ ഒരു കാര്യം. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വോയിസ് ചെയ്യേണ്ടത്, ശബ്ദം ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും എന്താ വെച്ചാൽ, ഇത് എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും കൂടി ആവശ്യമായിട്ട് പലപ്പോഴും വരും. അല്ലെങ്കിൽ അവരൊരു 80യുടെ പുറത്ത് ചെയ്യുന്നതായിരിക്കും. ഒരു ഹ്യൂമൻ റൈറ്റ്സിൽ വിശ്വസിക്കുന്ന, അവകാശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ എൻ്റെ കാര്യങ്ങൾ കൂടി അവരുടെ ഒരു ആവശ്യമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടീം വർക്കിലാണ് പലപ്പോഴും സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയണേ, എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുമ്പോഴുള്ള ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, അതൊരു പോസിറ്റീവായ വിഷയം എന്താ വെച്ചാൽ, എനിക്കെൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്, അത് നേടാൻ വേണ്ടി ഞാൻ തന്നെ സംസാരിച്ചോളാം. എൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയണമെന്നില്ല എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഈ കാര്യങ്ങളെ മാറ്റാം. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രശ്നം എൻ്റെ കൂടി പ്രശ്നമായിട്ട് എടുക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അതാണ് ചേർത്ത് പിടിക്കൽ എന്നൊക്കെ പറയുന്ന സംഗതി. അല്ലാത്തിടത്തോളം കാലം ഞാനിപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ കറുത്ത നിറമുള്ള ഒരാളാണ്. ഓക്കെ, എനിക്ക് കറുത്ത നിറമാണോ വെളുത്ത നിറമാണോ അല്ലെങ്കിൽ മഞ്ഞ നിറമാണോ പച്ച നിറമാണോ എന്ന് നോക്കാണ്ട് എല്ലാ മനുഷ്യരെ കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എന്ന് വിചാരിക്കാം. എല്ലാവരും ചേർത്ത് നിർത്തണം മാതിരി. ഇത് പോസിറ്റീവായിട്ട് പലരും എടുക്കും, പക്ഷേ ചില ആളുകൾ ഇത് പോസിറ്റീവായിട്ട് എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ, വേറെ
ഒരു ചങ്ങായി ഇപ്പം ഞാൻ ഇന്ന നിറമുള്ള ഒരാൾ വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം സംസാരിക്കണം, ഇവൻ ആരടാ, ഈ ഒരു രീതിയിലേ പലപ്പോഴും വരലുണ്ട്. ഇപ്പം നിറത്തിൻ്റെ കാര്യം വിടും, നമ്മൾ പലപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ ഒരു മേഖലയിൽ ഇടപെടുമ്പോൾ പല ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നവരുണ്ടായിരിക്കും. അതായത് അവർ കൂടെ ചേർക്കാൻ ഭയങ്കര പാടായിരിക്കും, ഒരു ഡിസ്റ്റൻസിലായിരിക്കും ആളുകളെ നിർത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ മീനാക്ഷി അനൂപ് ദളിതരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ്, ദളിതരുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ദളിതർ എന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന പുരോഗമനപരമായ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും പല ആളുകളും അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ടിഞ്ച് ചേർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുണ്ട്. പല ആളുകളും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയും, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല എന്ന്. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇതിൽ തന്നെ പല രീതിയിൽ അഭിപ്രായങ്ങൾ ആളുകളുണ്ടായിരിക്കും. ചിലവർ എന്നെ സ്ത്രീയായിട്ട് കാണണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ എന്നെ പുരുഷനായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ ഞാനിപ്പോൾ ഒരു പുരുഷനാണ്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. വേറെ ചില ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്വത്വബോധം അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും. ഞാനും ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ്ജെൻഡറായിട്ട് കരുതിയാൽ മതി, നിങ്ങൾ ആണായിട്ടോ പെണ്ണായിട്ടോ കരുതണ്ട, ഞാൻ എത്ര സർജറി ചെയ്താലും ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അനു അതുപോലെ മെഹ്റു ഇവരുടെ വീഡിയോസ്, ഇവരുടെ ഇൻ്റർവ്യൂസ് 2 വന്നിട്ടുണ്ട് ഇല്ലേ, ശരണ്യമോളായിട്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും മെഹ്റു അതേപോലെ ഇവരും അനു സംസാരിക്കുന്നത് സാധാരണ ട്രാൻസ്ജെൻഡേഴ്സ് അവരെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലല്ല, അവരങ്ങനെ ഒരു രീതിയിലല്ല സംസാരിക്കുന്നത്. ഞാൻ ട്രാൻസ്ജെൻഡറാണ് എന്നുള്ള രീതിയിലാണ് മെഹ്റു അനു നിൽക്കുന്നത്. ആ ഒരു സ്റ്റാൻഡ് പോയിൻ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് മീനാക്ഷീനെ എയറിൽ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് അതിവിദൂരമല്ല എന്നെനിക്ക് തോന്നുന്നു കേസ്. പൊതുവെ മലയാളികൾ അങ്ങനെയാണ്. തുടക്കത്തിൽ എന്താ വെച്ചാൽ ഇവർ ഈ സപ്പോർട്ട്, പുരോഗമനമായ കാര്യങ്ങൾ, ഈ ഒരു ആറ്റിറ്റ്യൂഡ്, സപ്പോർട്ട് നല്ല ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നല്ല രീതിയിൽ അംഗീകരിക്കും. ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറന്തള്ളും. അത് പലർക്കും സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർ സംസാരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു പലർക്കും ഇഷ്ടമായില്ലായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇഷ്ടമായില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ പലർക്കും ഇഷ്ടമായില്ലെങ്കിൽ മൊത്തത്തിലുണ്ട് അധിക്ഷേപിക്കും. അവർ ആറ്റിറ്റ്യൂഡ് കണ്ടോ അങ്ങനെയാണ്, അപ്പോൾ ഇവരെ കൂടെ ചേർക്കാൻ പറ്റില്ല, ഇവരുടെ ഉള്ളിലിരിപ്പ് ഇതാണെന്നൊക്കെ. ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ കേസിൽ അഖിൽ മാരാർ പറയുന്ന പല പുരോഗമനപരമായ കാര്യങ്ങളും നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട് ദിലീപിൻ്റെ കാര്യം വന്ന സമയത്ത് അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തിന് ആൾക്കാരെ അംഗീകരിക്കാൻ വയ്യ. അഖിൽ മാരാർ മൊത്തത്തിൽ അൺഫോളോ ചെയ്യണമെന്ന് ആളുകൾ പറയുന്നു. അവർക്ക് അഖിൽ മാരാർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലുള്ള സംഗതി, അതായത് ഇവർ പുരോഗമനപരമായ രീതിയിൽ അഖിൽ മാരാർ പറഞ്ഞ പല കാര്യങ്ങളെയും നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ആളുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പറയാനുള്ള ഒരു എന്താ വെച്ചാൽ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക, നമുക്ക് സെറ്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന, നമുക്ക് സംസാരിക്കണം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, പറ്റണ പോലെ ഇടപെടുക എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് പൊളിറ്റിക്കലായ കുറേ കളികളുണ്ടായിരിക്കും. ഓരോ ഗ്രൂപ്പിൻ്റേതായ ഒരു അജണ്ട ഉണ്ടായിരിക്കും, അത് ഏത് ഗ്രൂപ്പായാലും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രഷറും ഒക്കെ സംഗതികളൊക്കെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് പറയാൻ വേറൊരു പോയിൻ്റ് കൂടിയുണ്ട്. ആ പോയിൻ്റാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിൽ വോയിസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു സംഭവം. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ എന്താ പറയുക, ആക്ടിവിസ്റ്റ് ആയിരുന്നു എന്ന രീതിയിൽ ആളുകളുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ആക്ടിവിസ്റ്റ് അല്ല? പല കാരണങ്ങളുണ്ടായിരിക്കും ചില ആളുകൾ കേട്ടോ. അപ്പോൾ അവർ ഞാൻ മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ, അതായത് അവർക്ക് ആ കാറ്റഗറി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് തന്നെ നല്ല പ്രഷർ വരുന്നുണ്ടായിരിക്കും. വേറെ കുറേ ദുരുദ്ദേശം വെച്ചിട്ട് ഈ കാറ്റഗറിയിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന, ഇടപഴകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ അവരുടേതായ ഒരു അജണ്ട, പ്രൊപ്പഗാൻഡ അത് ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റണില്ല തോന്നുന്ന സമയത്ത് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുടെ മണ്ടയ്ക്ക് ഓരോ കൊത്തുകൊടുക്കും. ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കളികൾ പുരോഗമനപരമായ രീതിയിൽ ആശയങ്ങൾ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കുറേ തിരിച്ചടികൾ, ഇങ്ങനെ കുറേ മാറ്റി നിർത്തൽ, ഭ്രഷ്ട് കൽപ്പിക്കലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീനാക്ഷി അനൂപ് ഇപ്പോൾ സംസാരിക്കുന്ന സംഗതികളൊക്കെ അടിപൊളിയും സംഗതികളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സമയത്ത് ആളുകൾക്ക് അവരും എതിർക്കപ്പെടേണ്ട ഒന്നാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗേസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ്. എന്തായാലും മീനാക്ഷിയുടെ അഭിപ്രായങ്ങളൊക്കെ പുരോഗമനപരമാണ്. നമ്മളൊരു വട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇത് തന്നെയാണ് ലോകം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകളെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു ആശയം ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അടിപൊളി.